നല്ല ശുദ്ധഗതിക്കാരായ നിഷ്കളങ്കരായ അണികൾ ധാരാളമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒരു തർക്കവുമില്ല. അതേസമയം മതത്തിൻ്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഈ പാർട്ടിയെ മറയാക്കി സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാനും അധികാരത്തിൽ കയറിപ്പറ്റാനും അതുവഴി പണവും സമ്പത്തും കൈക്കലാക്കാനും ശ്രമിക്കുന്നവരും ധാരാളമുണ്ട് മുസ്ലിം ലീഗിൽ. ഹിന്ദു മതത്തിൽ ദേവസ്വം പോലെയാണ് മുസ്ലിം മതത്തിൽ വഖഫ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേവസ്വം എന്നാൽ ദേവൻ്റെ അഥവാ ദൈവത്തിൻ്റെ സ്വത്ത് എന്നാണ്. മുമ്പ് ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് വളരെ ന്യൂനപക്ഷമായ ബ്രാഹ്മണ വിഭാഗക്കാരായിരുന്നു എന്നതിനാൽ അവരുടെ പേരിലുള്ള ബ്രഹ്മസ്വത്തിന് അഥവാ ബ്രാഹ്മണന്റെ സ്വത്തിന് പുറമെ ദേവസ്വം അഥവാ ദൈവത്തിൻ്റെ സ്വത്തും അവർ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് കഴിയില്ല. അതിനു വേണ്ടിയിട്ട് ദേവസ്വം ബോർഡുണ്ട്, അവരാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതേപോലെയാണ് വഖഫ് എന്നത് അള്ളാഹുവിന് അഥവാ പള്ളി ഉൾപ്പെടെയുള്ള മതകാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിം മതവിശ്വാസികൾ നൽകപ്പെടുന്ന ദാനം ചെയ്യുന്ന ഭൂമിയും സ്വത്തുക്കളും എന്നാണ്. ആ സ്വത്തുക്കളാണ് മുസ്ലിം ലീഗിൻ്റെ ചില നേതൃത്വം അനധികൃതമായി അടിച്ചു മാറ്റുന്നത്. ഇതിനോടകം അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നു. മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു മഹാസമ്മേളനത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ അധിക്ഷേപിച്ച് വികാരം കൊണ്ട് സംസാരിച്ച ഒരു ലീഗ് നേതാവിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അബ്ദുറഹിമാൻ കല്ലായി. മുൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നമ്മുടെ പിയാപ്പിളയാണ്, എൻ്റെ നാട്ടിലെ പിയാപ്പിളയാണ് അല്ലേ? പിയാപ്പിളൻ ആരോടോ ഭാര്യ? ഇത് വിവാഹമാണ്, വ്യഭിചാരമാണ്, സിനയാണ്. അത് പറയാൻ തന്നെയാണ് വേണം, ചങ്കൂറ്റം വേണം. CH മുഹമ്മദ് വൈയുടെ നട്ടല് നാം പ്രകടിപ്പിക്കണം. എന്നാൽ അന്ന് ഇസ്ലാം മതത്തിന്റെ പേരിൽ വികാരം കൊണ്ട ഈ മനുഷ്യനെ കുറിച്ച് മറ്റൊരു വാർത്ത വന്നു. മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട 5 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന കേസിൽ ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ അബ്ദുറഹ്മാൻ കല്ലായുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഈ കേസിൽ കോൺഗ്രസ് നേതാക്കളായ MC കുഞ്ഞഹമ്മദ് മാസ്റ്റർ, ഒപ്പം തന്നെ ലീഗ് നേതാവ് U മഹ്റൂഫ് എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. വഖഫ് ബോർഡിന്റെ അനുമതി ഇല്ലാതെ നടത്തിയ മട്ടന്നൂർ ജുമാ മസ്ജിദ് നിർമ്മാണത്തിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തി എന്നതാണ് കേസ്. പക്ഷേ ഈ വാർത്ത നമ്മളിൽ എത്ര പേർ കണ്ടു എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ മാപ്പറുകൾക്ക് അതൊട്ടും താല്പര്യമില്ലാത്തൊരു വിഷയമാണല്ലോ. മതം ഇക്കൂട്ടർക്ക് ഒരു മറയാണ്. മുന്നിലിരിക്കുന്ന നിഷ്കളങ്കരായ അണികളെ മതത്തിൻ്റെ പേരിൽ വികാരം കൊള്ളിച്ച് അള്ളാഹുവിൻ്റെ ഭൂമി അടക്കം അടിച്ചു മാറ്റുന്ന ഇക്കൂട്ടർ. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ നാം കണ്ടതും അത്തരത്തിലുള്ളൊരു തട്ടിപ്പാണ്. മുസ്ലിം ലീഗിൻ്റെ MLAയും മറ്റു ചില പ്രാദേശിക നേതാക്കളും ചേർന്ന് പറ്റിച്ചതിൽ 95% മുസ്ലിം ലീഗിൻ്റെ പാവപ്പെട്ട അണികളെയായിരുന്നു. പാണക്കാട്ട് ലീഗ് യോഗം ചേർന്നിട്ട് കമറുദ്ദീന് അന്ത്യശാസനം കൊടുത്തത് 6 മാസത്തിനകം ഇടപാടുകൾ പൂർണ്ണമായും തീർക്കണമെന്നായിരുന്നു. വർഷം എത്ര കഴിഞ്ഞു? വല്ലതും നടന്നു? അതാണ് ലീഗ്. ഇപ്പോൾ ഇതാ മറ്റൊരു വഖഫ് അടിച്ചുമാറ്റൽ വാർത്ത വന്നിരിക്കുന്നു. ഇത് പക്ഷേ ലീഗുകാർ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. അത് അടിപിടിയിലുമെത്തി എന്നാണ് വ്യത്യാസം. ലീഗ് അണികൾ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങി എന്നതാണ് ഇതിൽ നല്ല സൂചന. മലപ്പുറം ജില്ലയിലെ മമ്പാട് തോട്ടിൻ്റെക്കര മഹല്ലിലാണ് സംഭവം. പള്ളിയുടെ പേരിലുള്ള വഖഫ് ഭൂമി ലീഗ് നേതാക്കൾക്ക് വിൽപ്പന നടത്തി എന്നതുമായി ബന്ധപ്പെട്ടാണ് മഹല്ല് ജനറൽ ബോഡി യോഗത്തിൽ അടിപിടി ഉണ്ടായത് എന്നാണ് ആ വാർത്ത. പ്രസ്തുത വാർത്തയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ലീഗ് നേതാക്കൾക്ക് വഖഫ് സ്വത്ത് വിൽപ്പന നടത്തി മഹല്ല് ജനറൽ ബോഡിയിൽ സംഘർഷം. മലപ്പുറം. വഖഫ് സ്വത്ത് വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്തതിന് പിന്നാലെ മഹല്ല് ജനറൽ ബോഡിയിൽ സംഘർഷം. മമ്പാട് തോട്ടിൻ്റെക്കര സുന്നി ജുമാ മസ്ജിദിന്റെ ഉടമസ്ഥതയിലുള്ള വഖഫ് സ്വത്തായ പള്ളിക്കുന്നിലെ മില്ല് നിൽക്കുന്ന ഭൂമി മഹല്ല് പ്രസിഡന്റും ലീഗ് നേതാവുമായ കമ്രാത്ത് മുഹമ്മദ് അലി, മക്കളായ യൂത്ത് ലീഗ് നേതാവും വാർഡ് മെമ്പറുമായ ഫിർദൌസ് ഖാൻ, യൂത്ത് ലീഗ് പ്രവർത്തകനായ അസ്ലം എന്നിവർക്ക് വഖഫ് നിയമങ്ങൾക്ക് വിരുദ്ധമായി വിൽപ്പന നടത്തിയിരുന്നുവെന്ന് നേരത്തെ പരാതിയുണ്ടായിരുന്നു. പള്ളിയുടെയും പള്ളി കമ്മിറ്റിക്ക് കീഴിലുള്ള സ്കൂളിൻ്റെയും വരവ് ചെലവ് കണക്കിൽ ലക്ഷങ്ങളും ഇവർ തിരിമറി നടത്തിയെന്നും ആരോപിച്ച് ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു. ഇവ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മദ്രസയിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗത്തിൽ മഹല്ല് നിവാസികൾ പ്രസിഡന്റിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സംഘർഷം. ഇതേ വിഷയങ്ങൾ ഉന്നയിച്ച് മഹല്ല് അംഗങ്ങളായ ലീഗ് പ്രവർത്തകർ തന്നെ നേരത്തെ വഖഫ് ബോർഡിനെ സമീപിച്ചിരുന്നു. വഖഫ് സ്വത്ത് തിരിച്ചു പിടിക്കാൻ ബോർഡ് ഉത്തരവിടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പ്രശ്നം രൂക്ഷമായതിന് പിന്നാലെ പള്ളിയിലെ ഖത്തീബ് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ഥാനമൊഴിഞ്ഞിരുന്നു. സംഘർഷത്തിന് പിന്നാലെ നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി ആളുകളെ പിരിച്ചുവിടുകയായിരുന്നു.
മുനമ്പം വിഷയത്തിലും മറിച്ചല്ല സംഭവിച്ചതെന്ന് അതിൻ്റെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന രീതിയിലാണ് ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ ലീഗ് കളിക്കുന്ന രാഷ്ട്രീയ കളി. മതത്തെ മറയാക്കി വിശ്വാസികളെ പറ്റിച്ച് ജീവിക്കുന്ന ഈ വിഭാഗത്തെ തിരിച്ചറിയേണ്ടതും ഒറ്റപ്പെടുത്തേണ്ടതും വിശ്വാസികൾ തന്നെയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.